ഹായ് ഫ്രണ്ട്സ്, ജേക്കബ് മോട്ടോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഷോർട്സിൽ കണ്ട പോലെ തന്നെ നമ്മുടെ പുതിയ സ്റ്റോക്ക് വണ്ടികൾ കയറിയിട്ടുണ്ട്. 2018 മോഡൽ ജീത്തോ, 2019 മോഡൽ ദോസ്ത് LX, 2023 മോഡൽ ഐസ് ഗോൾഡ് പെട്രോൾ, മഹേന്ദ്ര വീരോ, അതേപോലെ തന്നെ നമ്മുടെ പിക്കപ്പ്. അപ്പോൾ ഇത്രയും വണ്ടികളാണ് നമ്മുടെ പുതിയ സ്റ്റോക്ക് ഗുഡ്സിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ പരമാവധി നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി വരുന്നത് 2018 മോഡൽ 2019 ജനുവരി രജിസ്ട്രേഷനിൽ വരുന്ന മഹേന്ദ്രയുടെ ജീത്തോ S611 എന്ന് പറഞ്ഞൊരു വാഹനമാണ്. 5.5 അടി പെട്ടി ലെങ്ത് നീളം വരുന്ന ഒരു വാഹനമാണ്. KL8 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ളൊരു വാഹനമാണ്. വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും വേറെ പാച്ച് വർക്ക് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഉള്ള പാച്ച് വർക്ക് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പെട്ടിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാണ്. വാഹനത്തിന്റെ ഉൾഭാഗം പെട്ടിയുടെ ഉള്ളിലായാലും വേറെ ലോഡ് കയറ്റിയിട്ടുള്ള അപാകതകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിനില്ല. അതേപോലെ നമുക്ക് ടയർ ഭാഗങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു 70-80% ബാക്കിലെ ടയറുണ്ട്. ഫ്രണ്ടിലെ 2 റേഡിയയിൽ പുതിയ ടയറുകളാണ് വന്നിരിക്കുന്നത്. 2018 മോഡൽ 19 ജീത്തോ S611 വാഹനം. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന് ഫിനാൻസ് 100% നമുക്ക് ഫിനാൻസ് ലഭിക്കുന്ന ഒരു വാഹനമാണ്. നിങ്ങളുടെ സിബിൽ സ്കോർ പക്കയായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 100% വരെ നമുക്ക് ഈ വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. ലോൺ എടുക്കാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിനെപ്പറ്റി വിവരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആ ഡീറ്റെയിൽസിൽ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടാണെങ്കിൽ 100% വരെ ലോൺ നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ വാഹനത്തിന്റെ പേപ്പറുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വർഷം ജൂൺ വരെ ടെസ്റ്റ് ലൈവാണ്. ഡിസംബർ വരെ ഇൻഷുറൻസ് ഉള്ളതാണ്. ടാക്സി കൊല്ലം സെപ്റ്റംബർ വരെ ടാക്സ് ഉള്ള വാഹനമാണ്. നിലവിൽ ക്ഷേമനിധി ഫുൾ ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ്. വേറെ പെൻഡിങ് പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ വാഹനത്തിന് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ ജീത്തോ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില 1,90,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമ്മൾ പറഞ്ഞതുപോലെ 100% നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പൊ അടുത്ത നമ്മുടെ വാഹനം ഒരു കില്ലാടി സാധനമാണ്. 2019 മോഡല് അശോക് ലേലാൻഡ് ദോസ്ത് LX AC പവർ സ്റ്റിയറിംഗോട് കൂടി വരുന്ന കണ്ടെയ്നർ കൂടെ അടക്കം വരുന്ന ഒരു വാഹനമാണ്. 2019 മോഡൽ വണ്ടിയാണ് നമുക്ക് അടുത്തത് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ 2019 ദോസ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. KL64 ചാലക്കുടി രജിസ്ട്രേഷനുള്ള ഒരു വാഹനമാണ്. 1,04,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. AC പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. AC നിലവിൽ ഗ്യാസ് തീർന്നിരിക്കുകയാണ്. AC കംപ്ലൈന്റ് ആണ്. പവർ സ്റ്റിയറിംഗ് പക്ക വർക്കിംഗ് ആണ്. അതേപോലെ നമ്മൾ ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതേപോലെ ഫുൾ കണ്ടെയ്നറും മടക്ക് ഷീറ്റോടുകൂടി വരുന്ന വാഹനമാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൂടാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഈ വാഹനത്തിന്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 4 ടയറും റേഡിയൽ ടയർ നല്ല കട്ടുള്ള ടയറുകളാണ്. അതായത് ലോഡിംഗ് ടയർ ഇടാത്തതിന് കാരണം അതിനുള്ള ലോഡ് മാത്രമാണ് ഈ വാഹനത്തിൽ കയറ്റി ഓടിക്കാറുള്ളൂ. റേഡിയൽ ടയറോടുകൂടി വരുന്ന 4 ടയറും 80% മുകളിൽ കണ്ടീഷനുള്ള ഒരു വാഹനമാണ്. അതുപോലെ നമ്മുടെ പെട്ടിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. പെയിന്റിങ് നമ്മൾ പുതിയത് ചെയ്തതിന്റെ വരുന്ന ടൈറ്റ് വന്നു. ഇതിന്റെ ഉൾഭാഗമൊക്കെ നോക്കുകയാണെങ്കിലും വേറെ അപാകതകളൊന്നുമില്ല. അടിയിൽ പ്ലൈവുഡ് അടിച്ചിട്ടുണ്ട്, അവിടെ പ്ലൈവുഡ് അടിച്ചിട്ടുണ്ട്. കൂടിന്റെ ഉൾഭാഗത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മടക്ക് ഷീറ്റിൽ വരുന്ന കണ്ടെയ്നറുകളോട് വരുന്നൊരു വാഹനമാണ്. അപ്പൊ നമ്മൾ ഈ വാഹനത്തിന്റെ പേപ്പർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 2019 മോഡല് ഡിസംബർ മാസം വണ്ടിയാണ്. ഈ വാഹനത്തിന്റെ ടെസ്റ്റ് വരുന്നത് ഈ വർഷം ഓഗസ്റ്റ് വരെ ടെസ്റ്റ് ഉണ്ട്. ഇൻഷുറൻസ് ഒക്ടോബർ വരെ ഇൻഷുറൻസ് ഉള്ളതാണ്. ടാക്സ് അടുത്ത കൊല്ലം മാർച്ച് വരെയുള്ള ടാക്സ് ഉള്ള വാഹനമാണ്. അതായത് അടുത്ത കൊല്ലം മാർച്ച് വരെ ടാക്സ് ഉള്ളൂ. പുതിയ ടാക്സ് ക്ഷേമനിധി ഇതുവരെ പെൻഡിങ് ഇല്ല. എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഈ വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന സിബിൽ സ്കോർ പക്കയുള്ള കസ്റ്റമർ ആണെങ്കിൽ 100% നമുക്ക് ഫിനാൻസ് നമുക്ക് ലഭിക്കുന്ന ഒരു വാഹനമാണ്. 2019 മോഡൽ LX ഫ്രണ്ട് സസ്പെൻഷനോട് കൂടി വരുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില 4,25,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 100% നമുക്ക് ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. അപ്പൊ അടുത്തത് നമുക്ക് വരുന്നത് 2023 മോഡല് ടാറ്റ ഐസ് ഗോൾഡ്. ഇത് വരുന്നത് പെട്രോളിൽ വരുന്നൊരു വാഹനമാണ്. 2023 മോഡല് ടാറ്റ ഐസ് ഗോൾഡ് വാഹനമാണ് നമ്മുടെ അടുത്തൊരു വാഹനം. വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 34,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. അതേപോലെ ടയർ വാഹനം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 2 ടയർ റേഡിയൽ പുതിയതാണ്. ബാക്കിൽ 2 ലോഡിംഗ് ടയർ വരുന്ന വാഹനമാണ്. അതേപോലെ നമ്മൾ ഈ വാഹനത്തിന്റെ ബോഡി നോക്കുകയാണെങ്കിൽ സൈഡൊക്കെ നിങ്ങൾക്ക് നോക്കണം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ വാഹനം ഇരിക്കുന്നത്. 34,000 കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ആണ്. അതേപോലെ ഉൾഭാഗത്ത് ഷീറ്റ് അടിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു ഗ്രില്ല് വർക്ക് കൊടുത്തിട്ടുണ്ട്. ക്യാബിന്റെ ബാക്കിലും ഇതൊക്കെ ആയിട്ട് ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ടുള്ള ഷീറ്റാണ് ഈ വാഹനത്തിന് അടിച്ചിട്ടുള്ളത്. 2023 മോഡൽ ടാറ്റ ഐസ് ഗോൾഡ് പെട്രോൾ വരുന്നൊരു വാഹനമാണ്. നമ്മൾ പറഞ്ഞ പോലെ 100% ലോൺ കയറുന്നൊരു വാഹനം തന്നെയാണ് ഇതും.
സിബിൽ സ്കോർ പക്കയുള്ള കസ്റ്റമർ ആണെങ്കിൽ 100% ഫിനാൻസ് നമുക്ക് ഈ ടാറ്റേസ് 2023 നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ വാഹനത്തിന്റെ പേപ്പർ വരുന്നത് 2 വർഷത്തെ ടെസ്റ്റ് വരുന്ന ഒരു വാഹനമാണ്. 2027 അവസാനം വരെ ടെസ്റ്റ് ഉള്ള ഒരു വാഹനമാണ്. ഇൻഷുറൻസ് നമുക്ക് പുതിയത് വരുന്നൊരു വാഹനമാണ്. 2023 മോഡൽ വണ്ടി ആകുമ്പോൾ 2028 വരെ ടാക്സ് ലൈവുള്ള ഒരു വാഹനമാണ്. ക്ഷേമനിധി അടച്ചിട്ടില്ല വാഹനത്തിന്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില 2,85,000 നമ്മൾ ചോദിക്കുന്നത്. പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് നമുക്ക് 100% നമുക്ക് ലോൺ അറേഞ്ച് തരാൻ പറ്റുന്നതാണ്. അടുത്തത് നമ്മുടെ ഈ കൂട്ടത്തിലെ കൊലകൊല്ലി സാധനമാണ് 2025 2-ാം മാസം മഹേന്ദ്രയുടെ വീരോ. ഒരു കില്ലാടി സാധനം തന്നെയാണ് വണ്ടി. 2024 മോഡല് 25 2-ാം മാസം രജിസ്ട്രേഷനിൽ 3 സീറ്ററോട് കൂടി വന്നിട്ടുള്ള മഹേന്ദ്രയുടെ വീരോ 1.5 9 അടി നീളം വരുന്നൊരു വാഹനമാണ്. ഇതിന്റെ ഗ്രില്ലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, സൈഡ് ഗ്രില്ലൊക്കെ ആംഗ്ലർ ഇട്ട് നല്ല സ്ട്രോങ്ങിൽ പണിതിരിക്കുന്ന ഗ്രില്ലാണ്. ഒരു ആനേനെ കയറ്റി നിർത്തിയാലും സാധനം അടങ്ങില്ല, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. 9 അടി പെട്ടി നീളം വരുന്ന ഒരു വാഹനമാണ്. അതേപോലെ ഇതിന്റെ ഉൾഭാഗം നമ്മൾ നോക്കുകയാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷീറ്റാണ് ഈ വാഹനത്തിന് ചെയ്തിട്ടുള്ളത്. ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10,80,000 രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്ന വർക്കാണ് ഈ വാഹനത്തിന് ചെയ്തിട്ടുള്ളത്. 2024 മോഡൽ 25 2-ാം മാസം വാഹനമാണ്. ഈ വണ്ടിക്ക് നമുക്ക് 110% നമുക്ക് ലോൺ നമുക്ക് അറേഞ്ച് കൊടുക്കാൻ. 100 അല്ല 110% ലോൺ. നമ്മൾ ഈ വാഹനം നോക്കുകയാണെങ്കിൽ 34,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കയായിട്ടുള്ളൊരു വാഹനമാണ്. ടയർ ഭാഗങ്ങളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ടയർ പുതിയതാണ്. 2 ടയർ ഒരു ആവറേജ് കണ്ടീഷനുള്ളൂ. ഫ്രണ്ടിലെ ടയർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ചേഞ്ച് ചെയ്ത് നമ്മൾ തരും. ഒരു ടയർ നമ്മൾ ഓടി വാങ്ങി വെച്ചിട്ടുണ്ട്, ഒരു ടയർ നമ്മൾ ചേഞ്ച് ചെയ്ത് തരും. ബാക്കിൽ ഓൾറെഡി റേഡിയൽ ടയർ 2 ടയറും നല്ല കണ്ടീഷനുള്ള ടയറാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. ക്യാബിനും കാര്യങ്ങളൊക്കെ ഉൾഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ പുത്തൻ വണ്ടി എങ്ങനെയാണ് നിൽക്കണേ, സീറ്റിന്റെ കവർ പറിച്ച് കളയുന്നത് മാത്രമേ ഉള്ളൂ. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. 2025 മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ആകും കറക്റ്റ് 1 കൊല്ലം മാത്രമേ വാഹനത്തിന് പഴക്കമുള്ളൂ. കറക്റ്റ് 1 കൊല്ലം ആയിട്ടുള്ള വാഹനം ഇറങ്ങിയിട്ട് മഹേന്ദ്രയുടെ വീരോ. കില്ലാടി സാധനത്തിന് നമ്മൾ വില പറയുന്നത് 6,25,000 രൂപയാണ്. 110% നമുക്ക് ലോണോട് കൂടിയിട്ട് ഈ മഹേന്ദ്രയുടെ ഈ കൊലക്കൊമ്പ സാധനത്തിന് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഇത്രയും വണ്ടി കിടക്കുന്നുണ്ട്. ഈ കൂട്ടത്തില് കൊമ്പൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മഹേന്ദ്രയുടെ ബൊലേറോ പിക്കപ്പ് തന്നെയാണ്. ഏത് മലയും കയറും, ഏത് കയറ്റവും കയറും, എവിടെ വേണമെങ്കിലും പിടിച്ച് കയറിക്കോളും. 2019 മോഡല് മഹേന്ദ്രയുടെ ബൊലേറോ പിക്കപ്പ് 1.7 സെക്കൻഡ് ഓണർഷിപ്പിൽ കേലേറ്റിൽ നിൽക്കുന്ന നല്ല നരി പോലത്തെ സാധനം. ഇതിൽ നമ്മൾ പണി കഴിച്ചിട്ടുള്ള സാധനമാണ് കിടക്കുന്നത്. ഇതിന് കാരിയർ ഉണ്ട്. ഷീറ്റൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷീറ്റാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടി കിടക്കണ കണ്ടില്ലേ, നല്ല സാധനം. കൊലകൊമ്പൻ എന്ന് പറഞ്ഞാൽ കൊലകൊമ്പൻ തന്നെ. 2019 മോഡല് 2 വർഷത്തെ പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ്, ക്ഷേമനിധി എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ്. 3 സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു വാഹനമാണ്. ഷീറ്റ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. നമ്മുടെ ഈ കൂട്ടത്തിൽ ഈ സാധനത്തിന് നമ്മൾ ചോദിക്കുന്ന വില 6 ലക്ഷം രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില. പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് നമുക്ക് 110% നമുക്ക് ലോൺ നമുക്ക് അറേഞ്ച് തരാൻ പറ്റുന്ന 2019 മോഡൽ കേലേറ്റില് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. അപ്പൊ ഇത്രയും വണ്ടികളാണ് നമ്മളതിൽ പുതിയ സ്റ്റോക്ക് കയറിയിട്ടുള്ളത്. ഒരു 5ഓളം വാഹനങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിന് പുറമെ നമ്മുടെ വേറെ ദോസ്ത് പ്ലസ് ബഡാ ദോസ്ത്, അതേപോലെ പുതിയ സ്റ്റോക്ക് വെള്ളിമുഖങ്ങളെല്ലാം നമ്മളതിൽ പുതിയത് കയറിയിട്ടുണ്ട്. അപ്പൊ എല്ലാ വാഹനങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ വീഡിയോസ് ഞാൻ വരും ദിവസം ഇടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് പരമാവധി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതേപോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് ഉപജീവന മാർഗത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വാഹനങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ പൂങ്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. പലർക്കും ഇപ്പോഴും പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. തൃശ്ശൂർ ജില്ലയിൽ പൂങ്കുന്നത്താണ്. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നവർക്ക് നോക്കി കഴിഞ്ഞാൽ ട്രെയിൻ പോകണ കാണാൻ പറ്റും. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷന്റെ മതിലിനോട് ചേർന്നാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. അതേപോലെ റെയിൽവേ മേൽപ്പാലം ഉണ്ട്. ഈ മേൽപ്പാലത്തിന്റെ താഴെ ആയിട്ടാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. ആ വഴിക്ക് നോക്കുകയാണെങ്കിൽ പൂങ്കുന്ന് സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പാലം നിങ്ങൾക്ക് ഈ പാലം കണ്ടാൽ മനസ്സിലാവും. ഈ പാലം കയറാതെ പാലത്തിന്റെ അടിയിൽ കൂടെ താഴേക്ക് ഇറങ്ങി വന്ന നമ്മുടെ സ്ഥാപനമാണ്. അപ്പൊ ഇതേപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നന്ദി.